പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് തന്നെ. അടുത്ത കഷ്ടതയെക്കുറിച്ച് പറയുന്ന ഒരു ശക്തമായൊരു പ്രബോധനമാണ്. പൗലൂസ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് പൗലൂസിൻ്റെ ആ അറിവിൻ്റെ കഴിവുകൊണ്ട് ഇതൊക്കെ പറയുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ പത്രോസ് ഇത് പറയുമ്പോൾ പത്രോസിന് എന്തറിയട്ടെ, ലേഖനം പോലും സ്വന്തമായിട്ട് എഴുതാനുള്ള കഴിവില്ലാത്ത മനുഷ്യൻ പറയുകയാണ് ഈ ആത്മീക മർമ്മം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതം എങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നീതിയോടെ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കഷ്ടത വരുന്നെങ്കിൽ അത് സന്തോഷമായിട്ട് കാണണമെന്നാണ് പോലീസ് ഇവിടെ പഠിപ്പിക്കുന്നത്. കിടന്ന് പിറുപിറുക്കരുത്. എന്നിട്ട് അടുത്ത് പറയുന്ന മെഷർമെൻറ്റ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു തരിക. കർത്താവ് കഷ്ടം അനുഭവിച്ചു. എബ്രായ ലേഖനത്തിൽ എപ്പോഴും പറയുന്ന ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അത് പത്രോസ് പറയുന്ന, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുള്ള പിന്തുണ മാതൃക വെച്ചു പോരി. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളായ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. ഈ യാഥാർത്ഥ്യങ്ങൾ ദൈവമക്കൾ മറന്നു പോകരുത്. കഷ്ടതയെക്കുറിച്ച് വളരെ വികലമായി ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടിരിക്കുക. കഷ്ടത വേണ്ടെന്നും കഷ്ടത ശാപമെന്നും ബാംഗ്ലൂരിലൊരു അപ്പനും മോനും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. കഷ്ടത ശാപമാണെന്ന്. ശാപം മുറിക്കാൻ നടക്കുക. വഴുതലങ്ങയും വെണ്ടക്കയും പിന്നെ വെള്ളരിക്കയും കുമ്പളങ്ങയും കൊണ്ടുവന്ന് വെച്ചിട്ട് മുറിച്ച് ശാപം മുറിച്ച് വിടുക. ആരവരെ ശാപം മുറിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു? സാവധാനം ഏൽപ്പിച്ചു കൊടുത്തു, അല്ല വേറെ ആരാ? ഈ പൊട്ടത്തരങ്ങളും ഈ അവിവേകങ്ങളും കാണിക്കുമ്പോൾ ചിന്തിച്ചോണം, ഇവരൊന്നും ആത്മീയരല്ല, ഇവരാത്മീയ ലോകത്തിലെ പുഴുക്കുത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇവിടെ ഇതാ പറയുന്നത്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവർക്കായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അപ്പോൾ കഷ്ടതയുടെ വിഷയം പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. കഷ്ടതയെക്കുറിച്ച് പറയുന്ന ശക്തമായൊരു പ്രബോധനം ഒത്തിരി 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 കിടപ്പുണ്ട്. അത് ഞാനതിലേക്കൊക്കെ വരുന്നുണ്ട്. പത്രോസിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം എത്ര പറഞ്ഞ് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം. അതിൻ്റെ 3 തൊട്ട് വായിക്കാം. മനസ്സിലുള്ള പിതാവ്, സർവവിശ്വാസം നൽകുന്ന ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു പോലെ എന്നറിയാൽ മതി. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തനാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു.
അപ്പോൾ ഞങ്ങൾ മറ്റുള്ള കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് അതുപോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള കരുത്താർജിക്കുകയാണ് ഈ കഷ്ടതയുടെ നടുവിലൂടെ എന്ന് നമ്മൾ പഠിക്കണം. കഷ്ടത ശാപമല്ല, കഷ്ടത ഇടുക്കുവഴി ഇത് ദൈവം വച്ചിരിക്കുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ യാതൊരു ബോധമില്ലാത്ത കുറേ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ കഷ്ടത ശാപമാണെന്ന് പഠിപ്പിച്ച് ജനത്തെ നിത്യതയിൽ നിന്ന് നാശത്തിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. കഷ്ടത എന്നുള്ളത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനമാണ്. കഷ്ടം അനുഭവിപ്പാൻ വരം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്ന ഫിലിപ്പി ലേഖനം. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളുടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു എന്നാണ് സ്തോത്രം പ്രവൃത്തി പുസ്തകത്തിൽ നമുക്ക് കാണുന്നത്. കഷ്ടതയെ വികലമായി പഠിപ്പിക്കുന്നവർക്ക് വേദപുസ്തകമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. പുട്ടടിക്കാൻ വേണ്ടി പുസ്തകമായിട്ട് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നന്നായിട്ട് ഗ്രഹിച്ചോ. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് വേണ്ടി ദൈവം കൊടുത്തൊരു വ്യവസ്ഥ, ആട്ടുകുട്ടിയെടുത്ത് 4 ദിവസം സൂക്ഷിക്കണം. 4 ദിവസം 4000 വർഷത്തെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് അത് രാത്രിയിൽ അറുക്കണം. അറുത്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ മാംസം തീയിൽ ചുട്ട് കൈപ്പിച്ചിരോടുകൂടി ഭക്ഷിക്കണം. കൈപ്പിച്ചിര കഷ്ടതയ്ക്ക് നിദാനം. ആഭരണവർജനത്തെക്കുറിച്ച് വികലമായ ഉപദേശം പറഞ്ഞ പാസ്റ്റർ പ്രസംഗിച്ച ആ പ്രസംഗമൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കൈപ്പിച്ചീര കഷ്ടതയൊക്കെ മാറി. ഇപ്പോൾ കൈപ്പിച്ചീരയല്ല, ജാമും കൂട്ടിയാണ് ആട്ടുകുട്ടി തിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മണ്ടത്തരങ്ങൾ വിളിച്ചോതുന്നത്. കഷ്ടത മുഴുവൻ പോയി. ദൈവമക്കൾക്ക് കർത്താവിൻ്റെ വരെയും കഷ്ടതയുണ്ട്. കഷ്ടതയിലൂടെയാണ് ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ ആത്മീയരായി തീരുന്നത്. ഈ കഷ്ടത മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇടപാട് തീർന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഇതൊന്നും ആരും മനസ്സിലാക്കില്ല. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടണ്ടെന്നേ, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. ഈ തിരുവചന സത്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടേ മതിയാകൂ. കഷ്ടത എന്ന സബ്ജക്റ്റ് കർത്താവും അപ്പോസ്തലന്മാരും മോശയുടെ പ്രമാണത്തിലും ശക്തമായി നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാന്ന് പറഞ്ഞാൽ എന്താ? കഷ്ടതയല്ലേ? ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും. പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഒരു വലിയ പ്രസ്താവനയുണ്ട്. അത് ഞാൻ നിങ്ങളെന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് വായിച്ചാട്ട് അത് ഞാൻ വായിക്കാം. 6-ന്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ പാർട്ട് മുതൽ. ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, സ്തോത്രം, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഈ നാഴികവരെ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും കുടിപ്പാനില്ല ഉടുപ്പാനില്ല എന്ന് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9, 10, 11, 12, 13, 14 വാക്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കഷ്ടതയുടെ തീച്ചുളിയിലൂടെ ഒരു കടന്നു പോയ കർത്താവിൻ്റെ വേല ചെയ്തത്. അങ്ങനെ വേല ചെയ്ത് വന്ന് ഇന്നിപ്പോൾ കഷ്ടതയും പോയി, ദുഃഖങ്ങളും പോയി, പ്രയാസങ്ങളും പോയി, ഞെരുക്കങ്ങളും പോയി, വിശാലമായ വഴിയിലൂടെ അനേകർ ശുശ്രൂഷ ചെയ്ത് നരകക്കുഴിയിലോട്ട് പോയി വീണുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഷ്ടതയിലൂടെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. കഷ്ടതയിലൂടെയാണ് ദൈവം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുക. പലരും കടപ്പാൻ നോക്കും, കഴിയില്ല താനും. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണം. അകമെന്ന് പറഞ്ഞാൽ നിത്യതയാണ്, സ്വർഗരാജ്യത്തെ കാണിക്കുന്നു. ഇടുക്കുവാതിലൂടെ അല്ലാതെ ഒരൊറ്റ മനുഷ്യന് നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാനല്ല, കർത്താവ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അതുകൊണ്ടാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു.
ഈ വിഷയത്തെ, ഈ കഷ്ടത എന്നുള്ള വിഷയത്തെ വളരെ വികലമായി പഠിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സംഭവങ്ങൾ മാറ്റപ്പെട്ടു. അത് ഉപദേശം പഠിക്കാത്തതുകൊണ്ടാണ്, വേദോസം പഠിക്കാത്തതുകൊണ്ടാണ്. വേദോസം ആർക്കും പഠിക്കണ്ട. ഒരു MBBS വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥി ചരിത്രം എല്ലാം പഠിക്കണം. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ആഴമായ പഠനം ഒരു നഴ്സിനും ഡോക്ടറിനും ഒക്കെ ഉണ്ട്, നമുക്കറിയാം പഠിക്കുമ്പോൾ. ഇവിടെ മാത്രം ഒന്നും പഠിക്കണ്ട. SLCക്ക് തോറ്റ് തൊപ്പിയിട്ട് ഒരു വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും ഒരു സോക്സും ഒരു ബെൽറ്റും ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ പാസ്റ്ററായി. ഇവർ വരുത്തി വയ്ക്കുന്ന വിന, പണ്ട് ഗബ്സ് ശാമുൽ പറഞ്ഞ പോലെ RSSകാരും BJPക്കാരും വിശ്വഹിന്ദു പരിഷത്തുകാരും ശിവസേനക്കാരും എല്ലാം ദൈവസഭയ്ക്ക് കേടുവരുത്തുന്നത് വചനത്തെ വികലമായി പഠിപ്പിക്കുന്ന ശുശ്രൂഷാ വൃന്ദങ്ങളാണെന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ തനിമ നഷ്ടപ്പെടുത്തി അതിനെ ഭൗതികവൽക്കരിച്ച് ആത്മീയതയെ മുഴുവൻ നശിപ്പിച്ച് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതിക നന്മകൾക്ക് വേണ്ടി വചനത്തെ തലകുത്തനെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, ശുശ്രൂഷകന്മാർ കുമിള് പോലെ മുളച്ചെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് വിശ്വാസികൾ ആത്മീയ കുരുടന്മാരായത്, അതുകൊണ്ട് ആത്മീയ ദരിദ്രന്മാരായത്, അതുകൊണ്ട് ആത്മീയ നഗ്നന്മാരായത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കഷ്ടതയ്ക്ക് വചനത്തിൽ, ഉപദേശത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൽ കൈപ്പിചീരോടുകൂടി ആ ആട്ടുകുട്ടിയെ ഭക്ഷിക്കണമെന്ന വ്യവസ്ഥ കൈപ്പിചീര കഷ്ടതയെ കാണിക്കുന്നത്, ഞെരുക്കത്തെ കാണിക്കുന്നത്, ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യം പ്രവേശനം. കഷ്ടതകളാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന മേഖല. ഇപ്പം കഷ്ടത വേണ്ടെന്ന് പറഞ്ഞാലോ ശുദ്ധീകരണം വേണ്ട. ആത്മീയ വളർച്ചയിലേക്ക് നമുക്ക് പോകുന്നത് കഷ്ടതയിലൂടെയാണ്. മോശയുടെ 3 ഘട്ടങ്ങളെക്കുറിച്ച് പ്രവൃത്തി പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം അവൻ കൊട്ടാരത്തിൽ പിറന്നു വീണ അന്ന് മുതൽ അവൻ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ഞാങ്ങണപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവനെ എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി കഷ്ടതയുടെ തീച്ചൂളിലൂടെ പോയി. അവസാനം വളർന്ന് യിത്രോൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി മോശ നിയോഗിക്കപ്പെടുന്നു. ആടുകളുടെ കൂടെ കിടന്ന് കഷ്ടപ്പെട്ട് ആ 2ാം ഘട്ടം 40 അങ്ങനെ 120 വയസ്സാണ് മോശയുടെ ആ കാലഘട്ടം. അതിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ആ 2ാമത്തെ കാലഘട്ടം ആടുകളുടെ കൂടെ നടന്ന് കഷ്ടപ്പെട്ട് കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോയതിന് ശേഷമാണ് ഇസ്രായേൽ മക്കളാകുന്ന മനുഷ്യ ആടുകളെ മേയ്ക്കാൻ ദൈവം അവനെ ഉപയോഗിച്ചത്. ഇസ്രായേൽ മക്കളെ നടത്താമെന്നുള്ള നിസ്സാര കാര്യമൊന്നുമല്ല. ഇന്നിപ്പോൾ വിശ്വാസികളെയൊക്കെ 50, 60, 70 പേരും 100 പേര്, 1000 പേര്, 2000 പേര്, 3000 പേര് വെച്ചൊക്കെ ഓരോരുത്തരും നടത്തുന്നുള്ളൂ. എല്ലാത്തിനെയും നടത്തി നിറയത്തിക്കൊണ്ട് തള്ളുക. യാതൊരു സംശയമില്ല കാര്യത്തിൽ. നിത്യജീവനിലേക്ക് നടത്തണമെങ്കിൽ കഷ്ടപ്പാടിലൂടെ ശുശ്രൂഷകൻ പോകണം, വിശ്വാസികളും പോകണം. അത് ദൈവവചന വ്യവസ്ഥയാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരും കിലിക്കക്കാരനായ പൗലൂസും കഷ്ടതയുടെ തീച്ചൂളിലൂടെ പോയ ചരിത്രമാണ് പ്രവൃത്തി പുസ്തകവും ലേഖനങ്ങളും നമുക്ക് തരുന്നത്. ഇതാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെ വയോവൃദ്ധനായ ദേവദാസൻ പറഞ്ഞതുപോലെ ഒരു വാക്യം വായിച്ചിട്ട് വായി തോന്നുന്നതൊക്കെ പറയുക, മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുക. അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രസംഗിക്കുക, അവരുടെ ജീവിതം പ്രസംഗിക്കുക, അവരുടെ കഷ്ടപ്പാടുകളെ പ്രസംഗിക്കുക. 1 കൊരിന്ത്യർ 4-ന്റെ 10, 11, 12, 13, 14 പഠിക്കുക. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4, 5, 6, 7, 8, 9, 10 വാക്യങ്ങൾ വായിച്ച് പഠിക്കുക. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോയ ചരിത്രം വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. പ്രവൃത്തി പുസ്തകം മുഴുവൻ അവർ കഷ്ടതയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. യേശുവിൻ്റെ പുറകെ പോയ ശിഷ്യന്മാർക്ക് പട്ടിണി ഇല്ലെന്ന് ആരാ പറഞ്ഞേ? അവർ കതിര് പറിച്ച് തിന്നെന്തിനാ? വിശപ്പടക്കാനാ? ഞാൻ മനസ്സിലാക്കുന്നത് 5 അപ്പത്തെയും 4 അപ്പത്തെയും 7 അപ്പത്തെയൊക്കെ വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നില്ലോ, അന്നാണ് അവർ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നത്. ബാക്കി സമയത്തൊക്കെ അവർക്ക് പട്ടിണിയും
കൈദാഹമൊക്കെ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മളോ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്കുള്ള പോലെ വസ്ത്രമോ, ഇന്ന് പെന്തക്കോസ്തുകാർ കഴിക്കുന്ന പോലെ ഭക്ഷണങ്ങളോ, ഇന്ന് പെന്തക്കോസ്തുകാരുടെ ജീവിത രീതികളോ ഇത് ചിന്തിച്ചു നോക്കിയേ. ആരെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ? രണ്ടും മൂന്നും വർഷം കഴിയുമ്പോൾ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് പുതിയ പുതിയ മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇസ്രായേൽ മക്കൾ എത്ര ജോഡി വസ്ത്രം ധരിച്ചു? 40 വർഷം. ഹലോ എന്ന് പറഞ്ഞ് എത്ര ജോഡി വസ്ത്രം ധരിച്ചു? എത്ര ജോഡി ചെരുപ്പ് ധരിച്ചു? പറ, പുസ്തകത്തിൽ നിന്ന് വായിച്ച് പറ. അവർ ധരിച്ച വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ്, മേഘത്തിൻ്റെ തണലിൽ, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിൽ ഇസ്രായേൽ മക്കളായിരുന്നു. ഒരു ബലഹീനനും അവരിലില്ലായിരുന്നു. ഇത് പെന്തക്കോസ്തുകാരെപ്പോലെ രോഗികൾ വേറെ വല്ലവരും ഉണ്ടോ? ഹോസ്പിറ്റലിൽ മുഴുവൻ പെന്തക്കോസ്തുകാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. രോഗശാന്തി എന്നുള്ള ഉപദേശത്തെ സാത്താൻ വികലമാക്കി കളഞ്ഞു. പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിക്കുന്നതും പ്രാർത്ഥിച്ച് ആശ്വാസം പ്രാപിക്കുന്നതുമായ അനുഭവങ്ങളെ സാത്താൻ അടിച്ചോണ്ട് പോയി. സമൃദ്ധി സമൃദ്ധി സമൃദ്ധി. ഹല്ലേലൂയ. ഈ വികലമായ പ്രസ്താവന ഇറക്കിയ പാസ്റ്റർ 16.5 ലക്ഷം രൂപയാണ് ആശുപത്രി കൊടുത്തതായിട്ട് എൻ്റെ ഒരു കൂട്ട സൗരം വിളിച്ച് പറഞ്ഞത്. ഈ കാശ് അവിടെ നിന്ന് കിട്ടി? കഞ്ഞിക്ക് വകയില്ലായിരുന്ന ഈ മനുഷ്യന്. അപ്പോൾ കുറേ സമ്പത്തും കുറേ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തു പറയാമെന്നുള്ള നിലവാരമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവർ പറയുന്നതൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കരുത്. തന്നെയും പിന്നെയും ഞാൻ പറയുന്നു, കർത്താവും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെ നമ്മൾ കോഴി ചിക്കുന്ന പോലെ ചിക്കി പഠിച്ചെടുക്കണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന പ്രമാണം, വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം, അതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ ഉപദേശങ്ങളും അവരുടെ ജീവിതങ്ങളും നമ്മൾ മാതൃകയാക്കണം. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഇന്നത്തെ പാസ്റ്റർമാരെ ആരും ഫോളോ ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾ നരകത്തിൽ ചെന്നെത്തും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ചോദിക്കും, ആരെ പിൻപറ്റും, ആരെ ഫോളോ ചെയ്യും? കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തോളാം. അവരാരാണെന്ന് ശ്രദ്ധിക്കണം, അവർ പറയുന്ന ഉപദേശം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കെ പി യോഹന്നാന് ഒരു സാധു കുടുംബത്തിൽ താറാവിൻ്റെ പുറകെ നടന്നൊരു മനുഷ്യനായിരുന്നു. പേര് പറയുന്നതിൽ ക്ഷമിക്കണം. താറാമുട്ട എടുത്ത് കടയിൽ കൊണ്ടുകൊടുന്ന് വിറ്റ് കഞ്ഞി മേടിച്ച് കുടിച്ച് ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്താണെന്ന് ഞാനല്ല പറഞ്ഞത്, ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ തുക 16,000 കോടിയുടെ ആസ്തി ആ മനുഷ്യനുണ്ടായിരുന്നെന്ന് ശമൂൽ സാർ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഈ ക്രൈസ്തവ വിശ്വാസികളെ ഉപദേശിമാരെയും പഠിക്കുന്ന ആളാണ്. നല്ലവരെ നല്ലവരായിട്ട് പറയും, മോശം ആൾക്കാരെ മോശമായിട്ട് തന്നെ പറയുന്ന ആളാണ്. എ പി യോഹന്നാൻ സാർ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തെന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ വളഞ്ഞ വഴികൾക്കെതിരെ ഇദ്ദേഹം കേസ് കൊടുത്തപ്പോൾ അദ്ദേഹം തനിക്കെതിരെ പല പ്രസ്ഥാനം, ഒരു അവസാന കേസെല്ലാം തള്ളിപ്പോയി. ഈ പേരെടുത്ത് പറഞ്ഞതിൻ്റെ കാരണം, ഇന്ന് ആത്മീയ കോളത്തിൽ കാണുന്ന വമ്പന്മാരെന്ന് പറയുന്നവർ മുഴുവൻ നല്ല മനസാക്ഷി നഷ്ടപ്പെടുത്തിയവരും സാമ്പത്തികമായി വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കിയവരും ആത്മീയത മുഴുവൻ കളഞ്ഞു കുളിച്ചവരുമാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ വാദം. അത് പൊളിറ്റിക്സിലും അത് തന്നെ, ആത്മീയ കോളത്തിലും അത് തന്നെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ വചനത്തിൻ്റെ വെളിപ്പാടുകളെ നമ്മൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ളൊരു വലിയ സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുക. ഈ പത്രോസിൻ്റെ ലേഖനത്തിലെ ഈ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പക്ഷെ അതേക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അതിൽ എല്ലാം പറയാനുള്ള സമയമൊന്നും എനിക്കില്ല. 2 കൊരിന്ത്യർ 8-ന്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, മക്കദോന്യ സഭ, അപ്പോസ്തലന്മാർ രൂപപ്പെടുത്തി കൊടുത്തൊരു സഭയാണ് മക്കദോന്യ എന്ന ദേശത്തിലെ ആ സഭയുടെ പേര് മക്കദോന്യ സഭ. അടുത്ത മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു.
എന്താണാവോ ആ ദൈവകൃപ? കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി, മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി. അപ്പോൾ മക്കെദോന്യ സഭ കഷ്ടതയിലൂടെ പോകുന്ന സഭയാണ്, കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോകുന്ന സഭയാണ്. യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ വചനം കേട്ട് ഉപദേശം കേട്ട് ജാതികളായിട്ടുള്ളവരും യഹൂദന്മാരും അനേകർ രക്ഷിക്കപ്പെട്ട അപ്പോസ്തലന്മാരോട് ചേർന്നു. 3000 എന്നുള്ളത് 5000 ആയി, 5000 10,000 ആയി. അങ്ങനെ ആയിരക്കണക്കിന് ജനം അവരോട് ചേർന്ന് വരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ നിന്ന് പണിയടച്ച് ഭിണ്ണം വയ്ക്കുന്ന ഒരു രീതി അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടല്ലോ. ചില ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ, പടിയടച്ച് ഭിണ്ണം വയ്ക്കുന്ന അവസ്ഥ അന്നതുണ്ടായിരുന്നു. അങ്ങനെ അപ്പോസ്തലന്മാരുടെ അടുക്കളിൽ വീടുകളിലൊക്കെ അവർ വന്ന് ശുശ്രൂഷകന്മാരും വിശ്വാസികളുടെയൊക്കെ വീടുകളിൽ അവർ താമസിച്ചു. അവരെ തീറ്റിപ്പോറ്റാനായിട്ട് കാശില്ലാതെ വന്ന സമയത്ത് അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്തൊരു ഒരു രീതിയാണ് എല്ലാ സഭകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യണം. ഇന്ന് കൺവെൻഷൻ നടത്താൻ വേണ്ടി പാസ്റ്റർമാർ ഫണ്ട് റേസ് ചെയ്യുന്ന പോലെ ഫണ്ട് റേസ് ചെയ്ത് കോടികളുണ്ടാക്കി അവരൊരു അടിച്ചു മാറ്റുക ചെയ്യുന്നത്. പന്തൽ ഇനത്തിലും കസേര ഇനത്തിലും ചപ്പാട് കൊടുത്ത ഇനത്തിലുമൊക്കെ അടിച്ചു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു 3-4 മാസം മുമ്പ് ഒരു പന്തലുകാരന് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു ക്ലിപ്പ് ഞാൻ വായിച്ചു. ജനറൽ കൺവെൻഷൻ നടത്തിയിട്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ തരാനുണ്ട്. കാശും കൊണ്ട് ആണുങ്ങൾ പോയി. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ചകഞ്ഞ് പഠിച്ചാൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. ഇതിൻ്റെ പുറകെയൊന്നും ഞാൻ പോകാറില്ല. അവിടെ കേൾക്കുന്ന പ്രസ്താവനകൾ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്തോത്രം, അങ്ങനെ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ തീറ്റിപ്പോറ്റാനായിട്ട് അപ്പോസ്തലന്മാർ ചെയ്തൊരു രീതിയാണ് ഫണ്ട് റേസിങ്. അവർ രൂപപ്പെടുത്തിയെടുത്ത എല്ലാ സഭകളിലും ഫണ്ട് റേസിങ് നടത്തി. ആ റേസ് നടത്തി ആ ഫണ്ട് റേസുകാരെന്ത് ചെയ്തു? മക്കെദോന്യ സഭയിൽ വന്നു. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്, സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ ഇടയായി കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഭക്ഷിക്കാനും അവരുടെ കുടുംബം പോറ്റാനും വേണ്ടി ഈ ഫണ്ട് റൈസിംഗുകാർ മക്കെദോന്യ സഭയിൽ വന്നു. മക്കെദോന്യ സഭ വരുമ്പോൾ സഭയുടെ നിലവാരം എങ്ങനെയാണ്? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയൊന്നുമില്ല. അവരെക്കുറിച്ച് എന്താ പറയുന്നത് ഇവിടെ? കഷ്ടതയെന്ന കഠിന ശോധനയിലൂടെ പോകുന്ന മക്കെദോന്യ സഭ. ഇന്ന് സഭകളുടെ ആസ്തിയൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 100 കോടി, 150 കോടി, 200 കോടി, 300 കോടി. കേരളത്തിലും ഭാരതത്തിലും ആഗോള വ്യാപകമായ ഓരോ ചർച്ചിൻ്റെയൊക്കെ ഫണ്ടിൻ്റെ തുകകൾ കേട്ടാൽ ഞെട്ടിപ്പോകും. സുവിശേഷം പ്രസംഗിച്ച് കോടികൾ ഉണ്ടാക്കി സ്വരൂപിച്ച് വെച്ചിരിക്കുക. ഇത് പലതും പല നിലയിലും വകുപ്പ് മാറ്റി പലരും അടിച്ചു മാറ്റിയൊക്കെ കൊണ്ടുപോയെന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കുണ്ടാകുമ്പോൾ കേൾക്കാൻ കഴിയുന്നത്. ഈ തിങ്ങൾ കിടന്ന് തമ്മിത്തല്ലുന്ന തോമ്പത്തി സത്യമൊക്കെ പുറത്തേക്ക് വരും. ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ് അതിൻ്റെ ചെലവിനെ കുറിച്ചുള്ള കമ്മിറ്റി കൂടാൻ നേരത്താണ് സത്യം പുറത്തു വരുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ സംഭവമാണ് ഞാനീ പറയുന്നത്. ഞാനിത് പറഞ്ഞ് അവരെ അവഹേളിക്കുകയല്ല, നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ സഭകൾ ദാരിദ്ര്യത്തിൽ പോയ സമയത്തും ഇങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള സഹായ ശേഖരണത്തിൽ അവർ കഷ്ടതയോടെയിൽ പോയെങ്കിലും അവർ ധാരാളമായി അവർ ഔദാര്യം കാണിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുള്ളപ്പോൾ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ കഴിഞ്ഞത് വരും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉള്ളത് കൊടുക്കുന്നതിനാണ് ദൈവത്തിന് പ്രസാദം. ഒരു വിധവയെക്കുറിച്ച് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ധനവാന്മാർ കെട്ട് കണക്കിന് കൊണ്ടുവന്ന് ആ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടപ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു. ഒരു വിധവ എത്ര ഇട്ടു? 2 കാശ്. കർത്താവ് ഉടനെ പറഞ്ഞു, ഈ ഇട്ട എല്ലാവരെക്കാളും അധികം ഈ വിധവ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഭക്തന്മാരെ, നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് വാരിക്കോരി ഇടുന്നതൊന്നും ദൈവത്തിന് വലിയ പ്രസാദമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലൂടെയും ദൈവദാസന്മാർക്കോ അല്ലെങ്കിൽ ദൈവവേലയ്ക്കോ കൊടുക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമെന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിക്കാം. സഹോദരന്മാരെ,
മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. പൗലോസ് പറയുക, മക്കതോന്യ സഭ കഷ്ടതയുടെ തീച്ചൂളിലൂടെ പോകുന്നെങ്കിലും വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള സഹായധനത്തിൽ അവർ പ്രാപ്തി പോലെ കൊടുത്തു, സന്തോഷത്തോടെ കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് പൗലോസാ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ കൊടുത്തവരെന്ത് ചെയ്തു? മുമ്പേ കർത്താവിന് അവരവരെ തന്നെ സമർപ്പിച്ചവരാകും. കർത്താവിന് അവരുടെ ജീവിതത്തെ മുഴുവൻ ഒഴിഞ്ഞുവെച്ചവരാകും. എന്നിട്ട് കർത്താവിൻ്റെ വേലയ്ക്കും കൊടുത്തു. ഇതിപ്പോൾ രണ്ടും ഇന്നും ഇല്ല. ഇത് രണ്ടും ഇന്ന് അസ്തമിച്ചിരിക്കുക. കർത്താവിന് വേണ്ടി അവരുടെ ജീവിതവും കൊടുക്കുന്നില്ല, അവരുടെ ധനവും കൊടുക്കുന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായി മാറി ഇന്ന്. ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം ദൈവമക്കളെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. വേദപുസ്തകത്തിലെ ചരിത്രമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഷ്ടത കൊടുപ്പിൻ, എന്നാൽ അമർത്തിക്കുലിക്ക് കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിലേക്ക് നൽകിത്തരും. അപ്പോൾ ചിലർ വിചാരിക്കും കർത്താവിന് വേണ്ടി സ്തോത്രാഴ്ച കൊടുത്താൽ കോടിക്കണക്കിന് തരുമെന്ന്. നമ്മുടെ ആവശ്യത്തിനുള്ളത് തരും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ധനം കർത്താവ് നമുക്ക് തന്നിരിക്കും, ഉറപ്പാ. അവൻ ആർക്കും കടക്കാരനല്ലെന്ന് പറഞ്ഞ് പാട്ട് പാടിക്കാനുള്ളതൊന്നും ഒരു ഗുണവുമില്ല. ലോകം മുഴുവൻ കടം മേടിച്ചിട്ടിട്ട് അവൻ ആർക്കും മിണ്ടിപ്പോകരുത്. അവൻ ആർക്കും കടക്കാരനല്ല. ലോകത്തുള്ള എല്ലാവരോടും പാടിച്ചിട്ടിട്ട് അവൻ ആർക്കും കടക്കാരനെന്ന് പാട്ടും പാടി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? സുബോധം നഷ്ടപ്പെട്ട പോക്കായി പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹം ഒഴികെ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കരുത്. ഇത് ഉപദേശമാണ്. കടം വാങ്ങിയിട്ട് കടം തീർക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നാൽ നമ്മൾ സ്വർഗത്ത് പോകത്തില്ല. അതാ ഉപദേശം. അങ്ങനെയുള്ള പഠിപ്പിക്കലൊക്കെ അസ്തമിച്ചു പോയി. പക്ഷേ ഞങ്ങളത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കഷ്ടതകൾക്ക് ദൈവം ആശ്വാസം തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള വലിയ നന്മകളൊന്നും കിട്ടിയില്ലെന്ന് വരും. നമ്മുടെ ബാധ്യതകളെല്ലാം കർത്താവ് മാറ്റിത്തരും. നമ്മുടെ കഷ്ടതകളെല്ലാം ദൈവം മാറ്റിത്തരും. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും. എൻ്റെ ഒരു സഹോദരനോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കടം കയറി മുടിഞ്ഞു കിടക്കുക. അപ്പോൾ ഞാൻ പറയും, നേരോടെ നടക്കുന്നീ. ഇതുവരെ നേരോടെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നന്മയൊന്നും കിട്ടാത്തത്. മിണ്ടാതിരിക്കും. ഒരക്ഷരം മിണ്ടത്തില്ല എൻ്റെ മുമ്പിൽ. കാര്യം മിണ്ടിക്കഴിഞ്ഞാൽ അറിയാം പിന്നെ അടുത്ത ഡോസ് നല്ല സൂപ്പർ ആൻറ്റിബയോട്ടിക് പുള്ളിക്ക് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കും. അതുകൊണ്ട് ഇവിടെ നേരോടെ നടക്കുന്നവർക്ക് അവരൊരു നന്മയും മുടക്കില്ല. നമ്മൾ ദൈവസന്നിധിയിൽ നേരോടെ നടന്നാൽ, പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ, വ്യവസ്ഥപ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു നന്മയും നമുക്ക് മുടങ്ങിപ്പോകയില്ല എന്ന് ഈ ദൈവവചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കാം. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. പത്രോസിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കാം. 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ സ്വത്രം അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. വായിച്ചാട്ടെ. സ്വത്രം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഇപ്പം വായിച്ച വാക്യത്തിൻ്റെ കഷ്ടം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അല്ലേ? ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിനാൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ പെട്ടകം ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. എന്താ ഈ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചത്? ബദ്ധന്മാരായിട്ടുള്ള ആത്മാക്കളോട് എന്ത് പ്രസംഗിച്ചു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇനി നിങ്ങൾ ആരും ഇവിടെ കിടക്കണ്ട. ആ തടവറയിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? അവരുടെ ആത്മാക്കളെ കൊണ്ട് വിശ്രാമസ്ഥലത്താക്കിയെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. അതുകൂടി വായിച്ച് ഞാനങ്ങ് നിർത്തുക. എഫേസ്യ ലേഖനത്തിലെ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി
അധമ പാതാളത്തിൽ കിടന്ന പഴയ നിയമ വിശുദ്ധന്മാരെ യേശു മരിച്ച് പാതാളത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആദാമ സന്തതികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനി നിങ്ങളിവിടെ കിടക്കണ്ട. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത് 4:8 വാക്യം. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. കർത്താവ് എന്ത് കൊടുത്തു? ക്രിസ്തുവിന് തലയായിട്ട് കൊടുത്തു. സഭയ്ക്ക് തലയായിട്ട് ക്രിസ്തുവിനെ കൊടുത്തു. അവൻ ചിലരുടെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചില്ല. അപ്പോൾ സഭയ്ക്ക് ഉപദേഷ്ടാക്കന്മാരെ കൊടുത്തു. അതിനെല്ലാം മുൻപായിട്ട് സഭയ്ക്ക് എന്ത് കൊടുത്തു? പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പ്രവൃത്തി 2 പരിശുദ്ധാത്മാവിനെ കൊടുത്തു. സഭയ്ക്ക് തലയായിട്ട് ക്രിസ്തുവിനെ കൊടുത്തു. ശുശ്രൂഷ വൃന്ദങ്ങളെ കൊടുത്തു. ഇതാണ് സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന ദാനങ്ങൾ. ഈ ദാനങ്ങൾ വെച്ച് നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയും. പക്ഷെ അങ്ങനെയുള്ള പഠിപ്പിക്കലൊക്കെ അസ്തമിച്ചു പോയി. എന്ത് ചെയ്യാനാ? ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 3 ദാനങ്ങൾ നമ്മൾ സ്വീകരിച്ച് ആത്മീകരായി ജീവിക്കണമെന്ന് സാരം. ഞാൻ ആ ഭാഗത്തു നിന്ന് വേഗത്തിലേക്ക് വന്ന് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം. അപ്പോൾ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു. അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് വേറൊരു സബ്ജക്റ്റാണ്. പെട്ടകത്തിൽ കൂടി അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അടുക്കുകളായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി. അപ്പോൾ നല്ല മനസ്സാക്ഷി കിട്ടണമെങ്കിൽ നമ്മൾ സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. അതാണ് ദൈവവ്യവസ്ഥ. നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് വേഗത്തിൽ വരാൻ പോവുക. ഗലീലപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. ലേഖനത്തിൻ്റെ പഠനം വളരെ മനോഹരമാണ്. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. സ്തോത്രം. അപ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനം എന്തുകൊണ്ടും എനിക്ക് അനുഗ്രഹമായി. ഒത്തിരി നാളുകളായി വേദഭാഗങ്ങൾ ഒന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് സ്തോത്രം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. ദൂതന്മാരും അധികാരങ്ങളും ശക്തിയും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് വേഗത്തിൽ നമ്മളെ ചേർക്കാൻ വരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗലീലപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ. കർത്താവ് നമ്മെ ചേർക്കാൻ വരും. കാഹളം തുനിക്കും. വിശുദ്ധന്മാർ സ്തോത്രം ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ജീവനൊളിക്കുന്ന ഒരു രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ ഇരുകൂട്ടരും മേഘങ്ങളെടുക്കപ്പെടും, സ്വർഗത്തിലായിരിക്കും. ആ സമയം ഇവിടെ 7 വർഷം മഹോദരകാലം നടക്കും. മഹോദരകാലം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം പഴയ ആകാശം പഴയ ഭൂമി ചുട്ടടിച്ച് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയാനാണ് ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും വചനത്തെ കൂട്ടിച്ചേർക്കുന്നത്, മറിച്ച് കളയുന്നത്. അത് കേട്ട് ആരും നശിച്ചു പോകാതെ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശങ്ങൾ കേട്ട്, കർത്താവ് അപ്പോസ്തലന്മാരും പറയുന്ന ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ പത്രോസിൻ്റെ ലേഖന പഠനങ്ങൾ നമ്മൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.